AC വേണുഗോപാൽ കഴിഞ്ഞു. മുഴുവൻ നേതാക്കന്മാരും വേദിയിലെത്തിയിരിക്കുന്നു. നിങ്ങളോട് അതിനുവേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതാവ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരിയായ നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെയൊക്കെ വിലവർ പ്രിയങ്കാജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ പ്രസിഡന്റ് ഖാർഗെജി, ശ്രീ KC വേണുഗോപാൽ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹപ്രവർത്തകരെ, മാഡം വന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് വന്നു കഴിഞ്ഞു, ഞങ്ങൾ നേതാക്കളൊക്കെ വേദിയിലുണ്ട്. മാഡത്തെ എഴുതിക്കൊണ്ട് ഖാർഗെജി എഴുതിക്കൊണ്ട് ഇനി മറ്റൊരു പ്രശ്നത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വെട്ടി നിറയെ കൊട്ട നിറയെ പ്രിയങ്കാജിക്ക് വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിലെ യാതൊരു വെട്ടി നിറയെ കൊട്ട നിറയെ എന്ന് ഞാൻ പറയാൻ കാരണം, വയനാട് മണ്ഡലത്തിൽ വോട്ടുണ്ടോ, ആൾ വോട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് പ്രിയങ്കാജിക്ക് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തില് യാതൊരു. അതുകൊണ്ട് ആ ദിവസം വരട്ടെ, നിങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്ത് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് അന്നത്തെ ദിവസം വോട്ട് ചെയ്യുക എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വോട്ട് ചെയ്യുക എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, വേദിയിരിക്കുന്ന നേതാക്കന്മാരെ, നമ്മുടെ പ്രിയങ്കാജിയെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് തന്നെ നമ്മൾ കാണാൻ തന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മല്ലികാർജുന ഖാർഗെജിയെ ഞാൻ നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട I would like to invite Khargeji to address this gathering. Don't be gathering. Shri KC Mallikarjun
Shri K.C. Gopalji, Vipada Society, K. Sudhakaran, PCC, Adhyaksh, Ramesh Chitalaji, then PK, Tenali, Kutam, or Amari Mitra, our leader, and also candidates from Wayanad, Srimati Priyanka Gandhi, and friends, those who are sitting on the dais, ladies and gentlemen, and also media persons. Indian National Congress നേതാക്കളെ വയനാട്ടിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ പ്രിയങ്ക ഗാന്ധി അതുപോലെ വേദിയിലുള്ള മറ്റു സുഹൃത്തുക്കളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ നമസ്കാരം. Would like to remember Aryaman Muhammad, who was a great friend of mine. എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്ന വലിയ ഫ്രണ്ടായിരുന്ന സുഹൃത്തായിരുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഞാൻ ഓർമ്മിക്കുകയാണ്. We lost him last year, and we are remembering him every year by announcing in his name, announcing that what we call mostly recently my friend K.C. Gopal got that award. കഴിഞ്ഞ വർഷമാണ് ശ്രീ ആര്യാടൻ മുഹമ്മദിനെ നമുക്ക് നഷ്ടപ്പെട്ടത്. പക്ഷേ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് നൽകി അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് എന്റെ സുഹൃത്ത് ശ്രീ കെ സി വേണുഗോപാലാണ് ആ അവാർഡ് ലഭിച്ചത്. Our UDF candidate from Wayanad, Srimati Priyanka Gandhi, and other brothers who are sitting here, they all know that this election is very crucial for UDF. ഇവിടെ വേദിയിലുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയായ ശ്രീ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ വേദിയിലുള്ള എല്ലാ നേതാക്കളും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. Privileged to be here with you today in Wayanad, the land that represents strength, unity, and resilience. ശക്തിയുള്ള ഐക്യത്തെ അതുപോലെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള കരുത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എത്തുക ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. The bond Congress is one of deep affection, trust, and share ideas. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ പരസ്പരം പങ്കിടുന്ന ആശയങ്ങളുടെ സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ ഒരു ബന്ധമാണ്. Rahul Gandhi proudly represented Wayanad and brought your voice to Parliament, and he took it as a great privilege to represent you, the people of Wayanad. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് രാഹുൽ ഗാന്ധിജി വലിയ അഭിമാനത്തോടു കൂടിയാണ് കണ്ടത്. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം അഭിമാനത്തോടു കൂടിയാണ് ഉയർത്തിയത്. Several important development works have taken place during Rahul Gandhi. രാഹുൽ ഗാന്ധിജിയുടെ കാലത്ത് ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. He spent his MP life fund nearly 123%
in Wayanad. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിന്റെ ഏകദേശം 123% ഇവരെ ചെലവഴിച്ചത്. When Wayanad was hit by devastating floods and landslides, both Rahul Ji and Priyanka Ji stood shoulder to shoulder with the people of Wayanad. വയനാട്ടിൽ അതിനാശം വിതച്ച വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തോൾ ചേർന്നാണ് നിന്നത്. Myself and Rahul Ji both also urged the Union government to take appropriate relief and reallocation measures in both houses of parliament. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഞാനും രാഹുൽ ഗാന്ധിജിയും വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അവരുടെ പുനരധിവാസത്തിന് വേണ്ട കൃത്യമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. Prime Minister Modi, he visited and he promised to help the Kerala Wayanad people, but he never, whatever he promised, he never gave anything to the Wayanad people. വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചു. ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ജനങ്ങളെ സഹായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ ഇന്നും പൊള്ളയായ വാക്കുകളായി ഇവിടെ അവശേഷിക്കുകയാണ്. While Kerala submitted a detailed compensation package up to 2,000 crores for disaster, only a meager sum of rupees 291 crores the government received. ഈ ദുരന്തത്തിൽ കേരളം 2000 കോടി രൂപയുടെ ദുരന്തത്തിൽ നിന്ന് അധിവാസ പദ്ധതിക്കായി അപേക്ഷിച്ചപ്പോൾ വളരെ തുച്ഛമായ 291 കോടി രൂപ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിനായി അനുവദിച്ചിട്ടുള്ളത്. That's why I always used to say Modi is a bogus man. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മോദി പൊള്ളയായ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. He is a liar. അദ്ദേഹം നുണ പറയുന്ന ഒരാളാണ്. Meanwhile, BJP ruled states received the lion's share of central aid. ഈ സാഹചര്യത്തിലാണ് ബിജെപി ഗവൺമെന്റുകൾ ഭരിക്കുന്ന സർക്കാരുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തിന്റെ സിംഹഭാഗവും ഭൂരിഭാഗവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Is this how a responsible government treats its people in times of crisis? ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റ് അതിന്റെ ജനങ്ങളോട് പെരുമാറേണ്ടത്. Indian National Congress never discriminated any state in any matter. We are committed to the values of inclusivity, fairness and justice. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും ഒരു സംസ്ഥാനത്തോടും വിവേചനം കാണിച്ചിട്ടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവർക്കും നീതി ലഭ്യമാക്കുക, എല്ലാവർക്കും തുല്യത നൽകുക എന്ന ആശയങ്ങളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിബദ്ധതയുണ്ട്. Kerala has always stood by the constitution ideas of liberty, equality and fraternity among us the people. People of Kerala believe in an idea of secular India. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഭരണഘടനാ മൂല്യങ്ങളോട് കേരളത്തിലെ ജനങ്ങൾ എന്നും പ്രതിബദ്ധതയുള്ളവരാണ്. കേരളത്തിലെ ജനങ്ങൾ നിലനിൽക്കുന്നത് ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ്. However, Modi government's actions are tearing at the fabric of unity. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ഒരു കെട്ടുറപ്പിന്റെ നിർമ്മതിയെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പദ്ധതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. Instead of fostering harmony, they have resorted to spreading division, anger and fear. ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും വളർത്തുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ ദ്വേഷവും വിദ്വേഷവും കോപവും വളർത്തുന്നതിലാണ് അവരുടെ ശ്രദ്ധ. They seek to divide us on the basis of caste and religion. മതത്തിന്റെ
മനുഷ്യനെ വിഭജിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. But trust the people of Wayanad, and surely they cannot divide them. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വയനാട്ടിലെ ജനങ്ങളെ ഒരിക്കലും ഈ രാഷ്ട്രീയത്തെ വിഭജിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. Over the last few years, BJP, RSS have also started a new culture of communal and divisive politics in Kerala also. കേരളത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി BJP RSSഉം വർഗീയതയുടെ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ അവർ ആരംഭിച്ചിട്ടുണ്ട്. They are dividing people up all religions, communities and castes. എല്ലാ മതങ്ങളിലും ജാതികളിലും സമുദായങ്ങളിലും പെട്ട മനുഷ്യരെ അവർ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP is trying its best to bring on people's insecurities. ജനങ്ങളുടെ അരക്ഷിതത്വത്തെ മുതലെടുക്കാനും അത് വെച്ച് കളിക്കാനുമാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Rahul went to Manipur multiple times and met people of various communities, sharing their grief and prayer. രാഹുൽജി മണിപ്പൂരിൽ പോയി അവിടെ പല സമുദായങ്ങളിൽപ്പെട്ട ആളുകളെ പല പ്രാവശ്യം കണ്ടു. അവരുടെ വേദനയും ദുഃഖവും പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം അവരെ കണ്ടു. He started his Bharat Jodo Yatra from Manipur to attract the nation's attention to fight out the people of Manipur. മണിപ്പൂരിലെ ജനങ്ങളുടെ ദുരിതത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചത്. This is what Rahul Gandhi, he works hard and he gives confidence to the people of this nation. He started his Bharat Jodo Yatra from Chandakunnu to Kashmir, and also he visited Manipur. But Modi did not go till today to Manipur and see the precarious conditions of Manipur people and tribal people. രാഹുൽ ഗാന്ധി ഇതാണ് ചെയ്തത്. അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. മണിപ്പൂരിൽ പല പ്രാവശ്യം പോയി അവരുടെ ആളുകളെ കണ്ടു. പക്ഷേ ഇതുവരെ നരേന്ദ്രമോദി ഇത്രയും മോശമായ സാഹചര്യം ഉണ്ടായിട്ടും ഇതുവരെ അദ്ദേഹം മണിപ്പൂരിൽ പോയിട്ടില്ല. This is what country needs in its leader, a leader that stands with you, no matter what the circumstances. ഈ രാജ്യത്തിന് വേണ്ടത് ഇങ്ങനെ ഒരു നേതാവിനെയാണ്. എന്ത് സാഹചര്യങ്ങൾ ഉണ്ടായാലും ഏത് ചുറ്റുപാടിലും ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. The leader that stands with you both in your good and bad times. നിങ്ങളുടെ നല്ല സമയത്തും നിങ്ങളുടെ മോശം സമയത്തും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെയാണ് നിങ്ങൾക്ക് വേണ്ടത്. But Modi always give false promises. I will come because he criticized our party also with statistics I will give. But Modi, whatever he says, he never acts on that. നരേന്ദ്ര മോദി എല്ലായ്പ്പോഴും തെറ്റായ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാം. കാരണം സംഖ്യാവിവരം കണക്കൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയെ വിമർശിക്കുന്നു. മോദി എപ്പോഴും പല കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒന്നും അദ്ദേഹം ഒന്നും പ്രവർത്തിക്കാറില്ല. Modi's false promises. മോദിയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് കൊള്ളയായ വ്യാജമായ വാഗ്ദാനങ്ങളാണ്. 2 crore jobs. He promised to give youngsters unemployed people. Has he given? അദ്ദേഹം 2 കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹം നൽകിയിട്ടുണ്ടോ? Any government received it, why not? Under Modi's promise. മോദിയുടെ വാഗ്ദാനം അനുസരിച്ച് വയനാട്ടിലെ ആർക്കെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടോ? 15 lakhs rupees each account. He said, the black money I will bring from abroad and I will distribute 15 lakhs every month. Has he given 15 lakhs to you? അദ്ദേഹം പറഞ്ഞു
കാണിച്ചിട്ടുണ്ടോ? Tell me, those who have received the money from Modi, 15 lakhs and employment 2 crores. At least one man is what I want to know. Who is that lucky man? ഈ കൂട്ടത്തിൽ ഇരുന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞതനുസരിച്ച് ജോലി കിട്ടിയ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കിട്ടിയ ബാങ്ക് അക്കൗണ്ട് കിട്ടിയ ഭാഗ്യമുള്ള ഒരാളെ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാമെന്ന് ആഗ്രഹമുണ്ട്. He also promised the double farmers' income. Has he done it? കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ? You know sacrifices of Indira Gandhi ji and Rajiv Gandhi ji, and knowing both Rahul Gandhi ji and Priyanka ji, I can say with utmost honesty that they are the kind of leaders who will always stand with you and for you. നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധിജിയുടെ ത്യാഗങ്ങൾ നിങ്ങൾക്കറിയാം, രാജീവ് ഗാന്ധിജിയുടെ ത്യാഗങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ സത്യസന്ധതയോടുകൂടി രാഹുൽജിയും പ്രിയങ്കാജിയും എനിക്ക് അവരെ കുറിച്ചുള്ള എന്റെ അറിവോട് കൂടി പറയട്ടെ, എല്ലാ കാലത്തും അവർ രണ്ടുപേരും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ പറയട്ടെ. No matter what the circumstances, you witnessed this first and during the recent disaster that struck Wayanad, both Rahul Gandhi ji and Priyanka Gandhi ji were present. നിങ്ങൾക്കറിയാം, വയനാട്ടിൽ അടുത്ത കാലത്ത് നടന്ന ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടായ സമയത്ത് ഏത് സാഹചര്യങ്ങളാണെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. Friends, under the BJP government, we continue to witness the deepening crisis of unemployment among the youth. സുഹൃത്തുക്കളെ, ബിജെപി ഗവൺമെന്റ് മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ ചെറുപ്പക്കാരുടെ വർദ്ധിച്ചുകൊണ്ടിരുന്ന തൊഴിലില്ലായ്മയാണ്. The relentless rise in the cost of essential commodities and the toxic spirit of divisive and hateful politics. നമ്മൾ കാണുന്നത് അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിച്ചു എന്നതാണ്. അതുപോലെ തന്നെ വിഷലിപ്തമായ വിഭാഗീയതയും വിദ്വേഷവും നടത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Crimes against women, crimes against minorities, and they are telling people only RSS is with him. They are with him, and no man, no kisan, no women are with them. നരേന്ദ്രമോദി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടിയാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടിയാണ്. അവർ പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും പ്രോഗ്രാം. പക്ഷേ എവിടെയാണ് എല്ലാവരും അവരുടെ കൂടെയുള്ളത്? മോദിയുടെ കൂടെയുള്ളത് RSSകാർ മാത്രമാണ്. ഈ രാജ്യത്തെ സ്ത്രീകൾ അവരുടെ കൂടെയുണ്ടോ? ഈ രാജ്യത്തെ കർഷകർ അവരുടെ കൂടെയുണ്ടോ? Despite these growing challenges, the government remains disconnected from the misery of people it claims to solve. നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളികൾക്കിടയിലും നമ്മളെ സേവിക്കേണ്ട ജനങ്ങൾ ആരാണോ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് വളരെയധികം മാറി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണുള്ളത്. BJP came here with big slogans and even a bigger promises, but when it comes to deliver for Wayanad, they are nowhere to be seen. ബിജെപിയുടെ വലിയ മുദ്രാവാക്യങ്ങളും വലിയ വാഗ്ദാനങ്ങളുമായി വന്നു. പക്ഷേ വയനാട്ടിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യേണ്ടി വരുന്ന കാര്യം വരുമ്പോൾ അവർ എവിടെയും കാണാനില്ല. The Modi government has proven that it works for the few of them. മോദി ഗവൺമെന്റ് തെളിയിച്ചിരിക്കുകയാണ്, കുറച്ച് ചങ്ങാത്ത മുതലാളിമാർ അവരുടെ സുഹൃത്തുക്കളായ മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുകയാണ്. And not for the ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി അല്ല അത് പ്രവർത്തിക്കുന്നത്. I will tell the figures what Rahul ji also used it in parliament. പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ സംഖ്യകൾ അത് ഞാനും പറയാം. Top 10%, 5% people
owns 60% of India's wealth. ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തിന്റെ 60% എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ഏറ്റവും മുകളിലുള്ള 10% മനുഷ്യരുടെ കയ്യിലാണ്. Once again I will repeat, 5% people of this country owns 60% of wealth in India. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 5% ആളുകളാണ് ഈ രാജ്യത്തെ 60% സമ്പത്ത് ഈ 5% ആളുകളുടെ കയ്യിലാണ്. Bottom 50% of people owns just 3% of wealth. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ താഴത്തെ തട്ടിലുള്ള 50% ആളുകളുടെ കയ്യിൽ ഈ രാജ്യത്തിന്റെ 3% സമ്പത്ത് മാത്രമേ ഉള്ളൂ. This is a Modi style of functioning. This is a Modi model. This is Modi's guarantee. ഇതാണ് മോദി പ്രവർത്തിക്കുന്ന രീതി, ഇതാണ് മോദിയുടെ മാതൃക, ഇതിനെയാണ് നമ്മൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. Why not unity and resilience are what India needs most right now? വയനാട് പാർലമെന്റിലെ ജനങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയുണ്ടായാലും മുൻപത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള അവരുടെ കഴിവ്, അതാണ് ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിന് ഇന്ന് വേണ്ടത്. This is not just about an election. It is a stand against the government and values power over people. ഇത് ഒരു ഇലക്ഷനെ പറ്റി, ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള കാര്യമല്ല. ഇത് ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെയുള്ള, ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന മൂല്യങ്ങളുള്ള ഒരു ഗവൺമെന്റിനെതിരെയുള്ളതാണ് ഒരു നിലപാടാണിത്. Together we can ensure that Wayanad gets the resources, respect and attention it deserves. നമുക്ക് ഒരുമിച്ച് വയനാടിനെ കിട്ടേണ്ട വിഭവങ്ങൾ, വയനാടിനെ കിട്ടേണ്ട ബഹുമാനം, വയനാടിനെ കിട്ടേണ്ട ശ്രദ്ധ, ഇതെല്ലാം കിട്ടാൻ നമ്മൾ ഒരുമിച്ച് വരുത്തണം. In 2019, you elected Rahulji and gave him a resounding mandate, and in 2024, you strengthened it even further. 2019 രാഹുൽജിക്ക് നിങ്ങൾ വമ്പിച്ച വിജയം നൽകി. 2024 നിങ്ങൾ അത് വീണ്ടും ആവർത്തിച്ചു. You believe his commitment, and now we ask him to give Priyanka Gandhi the opportunity to carry forward his work and to serve you and stand up for your rights. നിങ്ങളോടുള്ള വയനാട് പാർലമെന്റ് ജനങ്ങളോടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതിബദ്ധതയിൽ നിങ്ങൾ വിശ്വസിച്ചു. ഞാൻ രാഹുൽ ഗാന്ധി ചെയ്യുന്ന പ്രവൃത്തി അത് തുടർന്നു കൊണ്ടുപോകാൻ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു അവസരം നൽകണം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Priyanka Gandhi has fought for the rights of people across the nation. ഈ രാജ്യത്ത് മുഴുവനുള്ള ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി പോരാടിയിട്ടുണ്ട്. She has stood up for women, workers and families facing hardships in the country. സ്ത്രീകൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, അതുപോലെ ഈ രാജ്യത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി അവർ എല്ലാ കാലത്തും നിന്നിട്ടുണ്ട്. Her dedication to justice, equality and fairness is unwavering. നീതിയോടെ, സമത്വത്തോടെ, തുല്യതയോടെ പ്രിയങ്ക ഗാന്ധിയുടെ സമർപ്പണം അചഞ്ചലമായ സമർപ്പണമാണ്. And why not deserves a leader with that commitment. ഇത്രയും പ്രതിബദ്ധതയുള്ള ഒരു നേതാവിനെ വയനാട്ടുകാർ അർഹിക്കുന്നുണ്ട്. Electing UDF candidate Priyanka Gandhi means electing a vice that will not rest until Wayanad gets its fair share and justice. പ്രിയങ്ക ഗാന്ധിയെ വയനാടിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വയനാടിന് ന്യായമായ അവകാശങ്ങൾ ലഭിക്കുന്നതുവരെ വിശ്രമിക്കാൻ ഒരു ശബ്ദത്തെ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുക എന്നതാണ്. As your MP, you will have a leader who will tirelessly fight for Wayanad. പ്രിയങ്ക ഗാന്ധിയെ നിങ്ങളുടെ എംപിയായി തെരഞ്ഞെടുക്കുമ്പോൾ വയനാടിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന, വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധിയായിരിക്കും നിങ്ങൾ തെരഞ്ഞെടുക്കുക.
civil fight, why not youth and women and elderly people, and also for better jobs. And she is very much interested in education field, and she will try to get more boys educated in this area. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി, പ്രായമായവർക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി ഒക്കെ പ്രിയങ്ക ഗാന്ധി പരിശ്രമിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് വളരെയധികം താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ മേഖലയിലും കാര്യമായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കും. She is here to bring real positive change to this region. ഈ പ്രദേശത്ത് യഥാർത്ഥമായ, പ്രസാദാത്മകമായ, വളരെ മനോഹരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെയുള്ളത്. And always kind-hearted, and she will look after you well. And Congress party is proud of her. She is fighting this election from Wayanad. എപ്പോഴും കരുണയുള്ള ഹൃദയമുള്ള ആളാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി നിങ്ങളെ നന്നായി നോക്കിക്കൊള്ളു. കോൺഗ്രസ് പാർട്ടി പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനമുണ്ട്. Brother, just I want to tell only 1 minute. സഹോദരി സഹോദരിമാരെ, ഒരു മിനിറ്റ് എനിക്ക് കാര്യം പറയാനുണ്ട്. Modi ji spreading false news everywhere about our guarantees. ഞങ്ങളുടെ ഗ്യാരണ്ടി, നാഷണൽ കോൺഗ്രസിന്റെ ഗ്യാരണ്ടികളെ ഉറപ്പുകളെ കുറിച്ച് മോദിജി എല്ലായിടത്തും വ്യാജ വാർത്തകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. Whatever Rahul Gandhi ji, myself, and my party people, even Priyanka Gandhi ji also participating in those guarantees. ഞാനും രാഹുൽ ഗാന്ധിയും എന്റെ പാർട്ടി പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആ ഉറപ്പിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. He said our guarantees are bogus, but I already listed. What about these 2 crore? What about these 15 lakhs? What about this MSP? His bullet train, that bridge is already. അദ്ദേഹം പറയുന്ന കോൺഗ്രസ് ഗ്യാരണ്ടികളൊക്കെ കൊള്ളയായിട്ടാണ്. പക്ഷെ ഞങ്ങളോട് നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് 2 കോടി രൂപയ്ക്ക് എന്ന് സംഭവിച്ചു, അദ്ദേഹത്തിന് 15 ലക്ഷം രൂപയ്ക്ക് എന്ന് സംഭവിച്ചു, ബുള്ളറ്റ് ട്രെയിൻ എന്ന് സംഭവിച്ചു. ബുള്ളറ്റ് ട്രെയിൻ ഓടാനുള്ള പാലം ഇപ്പൊ തന്നെ തകർന്നു പോയി. The government of Karnataka already allocated 52,009 crores for various schemes. കർണാടക ഗവൺമെന്റ് 52,009 കോടി രൂപ വിവിധ പദ്ധതികൾക്കായി ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട്. For those 5 guarantees, 5 nearly 24,017 crores already spent. ഈ ഉറപ്പുകൾക്ക് വേണ്ടി 24,017 കോടി രൂപ ഇപ്പൊ തന്നെ ഗവൺമെന്റ് ചെലവാക്കിയിട്ടുണ്ട്. And today they have given very big news. Whatever they promised Congress people in Karnataka, in Telangana, in Himachal Pradesh, all it is bogus, he said, by giving advertisement, crores of rupees they are spending to speak like. ഒരു പരസ്യം നൽകി കോടികൾ ചെലവഴിച്ച് പരസ്യം നൽകി നുണ പറയുന്നതിന് വേണ്ടി പരസ്യം നൽകുന്നവരുടെ വലിയ വാർത്ത കൊണ്ടുവരികയാണ്. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലൊക്കെ കോൺഗ്രസ് നടത്തിയ വാഗ്ദാനങ്ങൾ കൊള്ളയായിരുന്നു എന്ന്. We the people of Congress, whatever possible, that we will promise and that we will fulfill, not like Modi who speaks always progress and always he speaks and he tells this is Jumla. നമ്മൾ നരേന്ദ്രമോദിയെ പോലെയല്ല, എപ്പോഴും വാഗ്ദാനങ്ങൾ നൽകുന്ന നരേന്ദ്രമോദിയെ പോലെയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആളുകൾ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഞങ്ങൾ വാഗ്ദാനമായി നൽകിയത്. അത് മാത്രമല്ല, വാഗ്ദാനങ്ങൾ നൽകിയാൽ ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. We want to make rich and comfortable in our government. And whatever we promised, we fulfill. It is Narega, food security. Sonia Gandhi ji, she did, and today you have seen the results. Therefore, I request you, fulfill your desire. We have not come to seek only what
but we are also want to participate with you in your all difficult times. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്കറിയാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ പദ്ധതി, സോണിയാഗാന്ധിജിയൊക്കെ ഇടപെട്ട് നടത്തിയ പദ്ധതി, ഇതൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി നടപ്പിലാക്കി. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പങ്കെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. So just you have elected Rahul Gandhi ji in 2024. This time in by-election you should elect Priyanka Gandhi ji with thumping majority, more than 2024 lead. നിങ്ങൾ 2024 രാഹുൽ ഗാന്ധിജിയെ ജയിപ്പിച്ചു. ഇന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ 2024 അതിനേക്കാളും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ശ്രീ പ്രിയങ്ക ഗാന്ധിജിയെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. She will cross more than 4 lakh votes this time, and I wish she will come and she will address at that time when she wins the election with greater margin from Wayanad. ഇന്ന് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഞാൻ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ ഇതിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നിങ്ങളെ പ്രിയങ്ക ഗാന്ധി വന്ന് അഭിസംബോധന ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I wish all the best to Priyanka Gandhi ji, and you people also. പ്രിയങ്ക ഗാന്ധിക്കും നിങ്ങൾക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. Therefore, I request her. Naturally, she is last speaker. I will take a little bit time because we both speaking no. It is not a double engine sarkar, but double speaking. I am speaking in English. She is translating in Malayalam, so it took some time. I'm sorry for taking your time. Thank you very much. All the ഞാൻ പ്രിയങ്ക ഗാന്ധിയെ സംസാരിക്കാൻ വിളിക്കുകയാണ്. നന്ദി. സുഹൃത്തുക്കളെ, നമ്മുടെ യോഗം ഏറെ വൈകിയാണ് തുടങ്ങിയത്. നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനിയായ പ്രിയങ്കരിയായ പ്രിയങ്കയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. I would like to invite Priyanka ji to address this gathering. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറിച്ച് മലയാളം അറിയാം. I can't speak more than this now. Three lines I've learned. I keep repeating. I'll learn more after. ഇപ്പൊ ഞാൻ 3 സെന്റ് വാചകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ തൽക്കാലം എനിക്കറിയില്ല, പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. അതുവരെ ഞാൻ ഇത് തന്നെ പറയും. Respected Shri Mallikarjun Kharge ji, Shri K.C. Gopal ji, Srimati Deepa Das Munshi ji, Shri K. Sudhakaran ji, Shri Ramesh Chennitala ji, Shri P.K. Kunyaripatti ji, Shri Abdul Wahab ji, Shri A.P. Anil Kumar ji, Shri Anthony ji, and my friend Vinesh Kokar, who we are also proud of. Thank you for coming to this meeting today and for encouraging me in this first election that I am fighting. ഏറ്റവും ബഹുമാന്യനായ മല്ലികാർജുൻ ഖാർഗെജി, വേദിയിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെ, അതുപോലെ നമ്മുടെ എല്ലാവരുടെ അഭിമാനമായ ശ്രീ വിനേഷ് ഫോഗാട്ട്, നിങ്ങൾ എല്ലാവർക്കും ഇന്നിവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. I want to especially thank our Congress President, respected Shri Mallikarjun Kharge ji, for having come here even on the day that I filed my nomination. ഞാൻ ബഹുമാന്യനായ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെജിയെ ഇന്നിവിടെ വന്നതിനും അതുപോലെ തന്നെ ഞാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിവസവും ഇവിടെ വന്നതിന് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അദ്ദേഹത്തോട് നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. I have the deepest respect for his leadership. അദ്ദേഹത്തിന്റെ നേതൃത്വത്തോട് എനിക്ക് ആഴമേറിയ ബഹുമാനമുണ്ട്. He is one of the bravest warriors that the Congress party has today.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്നുള്ള ഏറ്റവും ധൈര്യമുള്ള യോദ്ധാക്കളിൽ ഒരാളാണ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ ജി. And with great experience, with a difficult struggle during his life, having lost almost his entire family when he was young, he is committed to the values of the Constitution of India. He fights for them and never bends before the oppressive forces. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഇന്ന് ജീവിതത്തിൽ മുൻപോട്ട് വന്ന് ഒരിക്കലും ഈ രാജ്യത്തെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും വളരുന്ന ആളാണ് അദ്ദേഹം. All of us in the Congress party are proud to have him as our leader, and I am honored that he has come here today. കോൺഗ്രസ് പാർട്ടിയിലുള്ള നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ ഞങ്ങളുടെ നേതാവായി കിട്ടിയതിൽ അഭിമാനമുള്ളവരാണ്. ഇന്നത്തെ ദിവസം അദ്ദേഹം ഇവിടെ വന്നത് എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ ആദരവ് കൂടിയാണ്. My sisters and brothers, I don't have much time to address you today. എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് സംസാരിക്കാൻ ഇന്ന് എനിക്ക് ഒരുപാട് സമയമില്ല. So I will quickly tell you a few things. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പെട്ടെന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. My brother complains that I make very long speeches, so I won't bore you today. എന്റെ സഹോദരൻ പരാതി പറയും ഞാൻ വലിയ നീളമുള്ള പ്രസംഗങ്ങളാണ് പറയുന്നതെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കില്ല. Sisters and brothers, in the last few days that I have been traveling across Wayanad Lok Sabha, meeting all of you, coming to your houses, passing on the streets where you wait for me, I have been deeply touched by the immense love that you have shown me. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു ആഴ്ചയായി ഞാൻ ഇവിടെ പോകുമ്പോൾ നിങ്ങൾ പല ആളുകളെ കാണുന്നു, വഴികളിൽ നിൽക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഇഷ്ടം എന്നെ ആഴത്തിൽ സ്പർശിച്ചിരിക്കുകയാണ്. You hug me, kiss me like a daughter, like a sister, like one of your own family. നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ, നിങ്ങളുടെ മകളെ പോലെ, ഒരു സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ ഉമ്മ തരും, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കും. And so there is no greater honor for me than to be standing for this election as the UDF candidate and to be asking you, requesting you to be your representative in parliament. എന്നെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇവിടെ നിൽക്കാനും നിങ്ങളോട് വോട്ട് ചോദിക്കാനും നിങ്ങളുടെ പ്രതിനിധിയായി നിൽക്കാനുമുള്ള ഒരു അവസരം പോലെ അതിലും വലിയൊരു ആദരവ് എനിക്ക് കിട്ടാനില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. Your love for me is a reflection of the relationship that you have with my brother Rahul. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്റെ സഹോദരൻ രാഹുലിനോട് നിങ്ങൾക്കുള്ള ബന്ധത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. In many ways, this relationship between you and your political representative, your leader, is an ideal for the rest of India to see. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കും നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുഴുവൻ കാണേണ്ട യഥാർത്ഥത്തിലുള്ള ആദർശാത്മകമായിട്ടുള്ള ഒരു ബന്ധമാണ്. It is a relationship of love, of respect, of integrity, honesty and loyalty. അത് സത്യസന്ധതയുടെ, സ്നേഹത്തിന്റെ, സ്വഭാവശുദ്ധിയുടെ, വിശ്വസ്തതയുടെ ഒരു ബന്ധമാണ് നിങ്ങളും എന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം. He has stood by you through your difficulties, through your pain. He has been with you in moments of joy and happiness. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ, നിങ്ങളുടെ വേദനയിൽ അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ സമയങ്ങളിലും നിങ്ങളുടെ സന്തോഷത്തിലും അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. And you have stood by him and supported him at the most difficult time in his life. എന്റെ സഹോദരന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു, അദ്ദേഹത്തെ നിങ്ങൾ പിന്തുണച്ചു. When the entire machinery of the BJP attacked him, spread lies about him, and launched a massive campaign filled with resources to spread lies about him across the country. ഈ രാജ്യം മുഴുവൻ ബിജെപിയുടെ സംവിധാനങ്ങൾ ഒരുപാട് പൈസയും സംവിധാനങ്ങളും വിഭവങ്ങളും ഉപയോഗിച്ച് എന്റെ സഹോദരനെ പറ്റി നുണകൾ പരത്താൻ ഒരു വലിയ പ്രചരണം അഴിച്ചുവിട്ടപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. You recognize that he was fighting for the truth. He was fighting for you. He was fighting for everything that India was built on, everything that India stands for. നിങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം
സത്യത്തിന് വേണ്ടിയാണ് പോരാടിക്കൊണ്ടിരുന്നത്. ഈ രാജ്യം എന്തിനു വേണ്ടി നിലനിൽക്കുന്നോ അതിന്റെ സത്യമായ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാടിക്കൊണ്ടിരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. And Kharge ji rightly said that here in Wayanad, in this constituency, in Nilambur, you stand for everything that is beautiful about India. ഖാർഗേജി കൃത്യമായിട്ടാണ് പറഞ്ഞത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ അതുപോലെ നിലമ്പൂരിൽ ഇവിടുത്തെ ജനങ്ങൾ ഈ രാജ്യത്ത് എന്ത് മനോഹരമായിട്ടാണുള്ളത് അതിനുവേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. Everywhere I go, I see Hindus, Muslims, Christians standing together like sisters and brothers in love and in friendship. None of the negativity spread by the BJP has been able to touch you. ഞാൻ എവിടെ പോകുമ്പോഴും കാണുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സഹോദരങ്ങളായി സ്നേഹത്തോടു കൂടി സാഹോദര്യത്തോടു കൂടി നിൽക്കുകയാണ്. BJP ഈ രാജ്യത്ത് പടർത്തുന്ന നിഷേധാത്മകത നിങ്ങളെ അല്പം പോലും സ്പർശിച്ചിട്ടില്ല. And wherever I have been, my sisters and brothers, I have noticed two things. ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. The first is your immense potential. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന് വളരെയധികം സാധ്യതകളുണ്ട്. The natural beauty of Wayanad, വയനാടിന്റെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം unmatched, I think, in maybe the whole of India. ഇന്ത്യ മുഴുവനും മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത പ്രകൃതി സൗന്ദര്യം. The beautiful crops you grow, നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന മനോഹരങ്ങളായ വിളകൾ, cinnamon, ginger, banana, coffee, alkanut, you name it, you grow it here and it's beautiful. ഇഞ്ചിയുണ്ട്, കറുവപ്പട്ടയുണ്ട്, നിങ്ങൾ കാപ്പി കൃഷി നടത്തുന്നു, അടയ്ക്ക കൃഷി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ആ വിളകളെല്ലാം നിങ്ങളുടെ നാട്ടിലുണ്ട്. Rich in taste and scent. അത് മാത്രമല്ല മണത്തിലും രുചിയിലും ഏറ്റവും മികച്ചതായ വിളകളാണ് നിങ്ങൾ. You have beauty of spirit. അത് മാത്രമല്ല ഇവിടെയുള്ള ജനങ്ങൾക്ക് നിങ്ങൾ ആന്തരികമായ ചൈതന്യത്തിന്റെ സൗന്ദര്യവുമുണ്ട്. I saw that spirit with my eyes when I came here during the landslide. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഇവിടെ വന്ന സമയത്ത് എന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ആ ചൈതന്യം ഞാൻ കണ്ടു. Each one of you did whatever you could to help the other. You did not ask the person's religion. You did not ask the person's caste. You helped as brother, as sister. നിങ്ങൾ ആരുടെയും ജാതി ചോദിച്ചില്ല, ആരുടെയും മതം ചോദിച്ചില്ല. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കാൻ, നിങ്ങളുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് ആവുന്നത് നിങ്ങൾ ചെയ്തു. So you have immense potential for tourism. You have immense potential to grow the agricultural sector through the beautiful crops that you grow. If food processing, packaging and other facilities were provided to you. ഇവിടെ നിങ്ങൾക്ക് വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതയുണ്ട്. അതുപോലെ ഭക്ഷ്യ സംസ്കരണത്തിനും പാക്കേജിങ്ങിനും വിപണിയിൽ എത്തുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ കാർഷിക മേഖലയിലും ഇവിടെ വലിയ സാധ്യതകളുണ്ട്. But yet on the other side, the other thing I noticed is that you're struggling through immense difficulties. മറ്റൊരു വശത്ത് ഞാൻ കണ്ടത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ്. I met some tribal brothers and sisters today, high achievers who had done their PhDs, were doing studies and had made something of their lives. ഞാൻ ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൊയ്ത ആദിവാസി സമൂഹത്തിലുള്ള സഹോദരി സഹോദരന്മാരെ കണ്ടു. PhD എടുത്തവർ, ജീവിതത്തിൽ ഒരുപാട് മുൻപോട്ട് പോയവർ. But they told me how difficult the journey had been, how difficult it still is to access good health care and good education in the areas where they live. പക്ഷെ അവരെന്നോട് പറഞ്ഞു എത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നു അവരുടെ യാത്ര. ഇന്നും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും ആരോഗ്യ സൗകര്യങ്ങളും അവരുടെ പ്രദേശങ്ങളിൽ കിട്ടുക എത്ര ബുദ്ധിമുട്ടാണ് അവരെന്നോട് പറഞ്ഞു. I met rubber farmers being crushed by the policies of this government. ഈ ഗവൺമെന്റിന്റെ നയങ്ങൾ കൊണ്ട് നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന റബ്ബർ കർഷകരെ ഞാൻ കണ്ടു. Fighting without any resources to get the right price for their crop, to combat and to challenge the easy import of rubber from other countries. അവരുടെ വിളകളെ സംരക്ഷിക്കാൻ വേണ്ടി കഠിനമായി പൊരുതിക്കൊണ്ടിരിക്കുന്നവരാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനോട് മത്സരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന റബ്ബർ കർഷകരെ ഞാൻ കണ്ടു. I met homestay owners struggling to make ends meet. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഹോം സ്റ്റേ ഉടമസ്ഥരെ ഞാൻ കണ്ടു. Because of the after effects of the disaster. കാരണം പ്രകൃതി ദുരന്തത്തിന് ശേഷമാണ് അവർക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ. Manrega workers struggling to make a living because they only get 346 rupees
wages because of the policies of the Modi government. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ മൂലം ദിവസം 346 രൂപ മാത്രം കൂലിയായി കിട്ടുന്നതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞാൻ കണ്ടു. Small businessmen, shopkeepers came to me. They said that they are so troubled with the number of GST that they have to pay, and now there is GST on rent as well. They asked me, how are we going to make a living? ചെറുകിട കച്ചവടക്കാരെ, ചെറിയ കടകളുടെ ഉടമസ്ഥർ അവരെന്നെ വന്ന് കണ്ടു. അവർക്ക് GST കൊടുക്കണം. അത് മാത്രമല്ല, ഇപ്പൊ അവർ കൊടുക്കുന്ന വാടകയിൽ പോലും അവർക്ക് GST അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി കൊടുക്കണം. അവർ എന്നോട് ചോദിക്കാൻ, ഞങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? You have long standing issues here, like the night traffic ban. യാത്രാ നിരോധനം പോലെയുള്ള ദീർഘകാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. And they're telling me to finish. അവർ എന്നോട് പ്രസംഗിക്കുന്നത് നിർത്താൻ പറയാണ്. Like the night traffic ban and the animal man conflict. അതുപോലെ മനുഷ്യ ജീവ സംഘർഷം. So I'm beginning to understand these issues. ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. This is the start of a new journey for me. ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ് എനിക്കിത്. I have my brother Rahul as a guide. ഈ യാത്രയിൽ എനിക്ക് വഴികാട്ടിയായിട്ട് എന്റെ സഹോദരൻ രാഹുലുണ്ട്. And all of you as my teachers. നിങ്ങൾ എല്ലാവരും എന്റെ ഗുരുക്കന്മാരായിട്ട് ഈ യാത്രയിൽ എനിക്കുണ്ട്. I just want you to know that what you have given me already, this love that you are showing me, the way you have welcomed me into your hearts is already more than enough for me. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്ക് ഇതുവരെ നൽകിയ സ്നേഹം എങ്ങനെയാണോ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്, ഇത് ഇപ്പൊ തന്നെ തരാവുന്നതിലധികം മതിയാവുന്നതിലധികം നിങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്നു. No human being can ask for a greater privilege than to be loved and to be welcomed into the hearts and homes of people. ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ, ഇങ്ങനെ സ്വീകരിക്കപ്പെടാൻ ഇതിലും വലിയൊരു ഭാഗ്യം ഒരു മനുഷ്യന് കിട്ടാനില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. So I don't want to ask you for anything more than the chance to repay this love to you. നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹം തിരിച്ചു തരാനുള്ള ഒരു അവസരത്തിനുപരിയായി To work hard with dedication and commitment for you. അതിനുവേണ്ടി മറ്റൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി കഠിനാധ്വാനം ചെയ്യാൻ സമർപ്പിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് ഞാൻ To come to you, to your home, to understand your problems and fight shoulder to shoulder with you for a better future for all the young people of Wayanad, for a stronger and better life for all of you. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വയനാട്ടിലെ നിങ്ങൾക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാൻ വേണ്ടി പോരാടാനുള്ള ഒരു അവസരം മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. Thank you very much for coming here. ഇനി ഇവിടെ വന്നതിന് വളരെയധികം നന്ദി. And I will see you again soon. നിങ്ങളെ ഞാൻ വീണ്ടും വേഗം ഉടനടി തന്നെ കാണാം. How many kisses, ma? I'll come down. ഞാൻ Thank you. Thank you.